നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ബോട്ടണിയിലെ 7 ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. We have dealt with reproduction in organisms, the various crop improvement methods, biotechnological applications, also different types of environmental adaptations. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് 7 ചാപ്റ്ററുകളിലായിട്ട് പഠിച്ചു കഴിഞ്ഞു. So now we are passing to the last chapter. So today we are starting the 8th chapter, environmental issues. എന്തൊക്കെയാണ് നമ്മുടെ പ്രകൃതി? അപ്പോൾ പ്രകൃതിയെക്കുറിച്ച് ഏകദേശം എൻവയോൺമെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, സൈക്കോളജിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു വന്നതാണ്. എന്തൊക്കെയാണ് environment face ചെയ്യുന്ന major problems? So we have to discuss that issues in this chapter. Nature ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മേജർ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, മേജർ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതിനുള്ള റെമഡീസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ മേജർ പ്രോബ്ലം ടുഡേ വി ഫേസ് ഈസ് ദ ഇൻക്രീസിങ് ഹ്യൂമൻ പോപ്പുലേഷൻ. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഡിമാൻഡ്സ് കൂടും. നിങ്ങൾക്കറിയാം, ഫുഡിന് വേണ്ടി മറ്റ് റിസോഴ്സുകൾക്ക് വേണ്ടിയൊക്കെ ഉള്ള ഡിമാൻഡ്സ് കൂടും. ഡിമാൻഡ്സ് കൂടുമ്പോൾ വി എക്സ്പ്ലോയിറ്റ് അവർ നേച്ചർ. പ്രകൃതിയെ സ്വാഭാവികമായിട്ടും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും. ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു മേജർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ആണ് പൊല്യൂഷൻ. നിങ്ങൾക്കൊരു പക്ഷേ വളരെ നന്നായിട്ട് പൊല്യൂഷനെ കുറിച്ച്, വ്യത്യസ്ത മേഖലകളിലുള്ള പൊല്യൂഷൻ, എന്താണ് പൊല്യൂഷൻ, പൊല്യൂട്ട് ചെയ്യാൻ കഴിയുന്ന സബ്സ്റ്റൻസുകൾ എന്തൊക്കെയാണ് നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ എടുക്കുന്ന മെഷേഴ്സ് ഒക്കെ വളരെ നന്നായിട്ട് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഹിയർ ഓൾസോ വി ആർ ഡിസ്കസിങ് അബൌട്ട് സം ഓഫ് ദ മേജർ ഇഷ്യൂസ് റിലേറ്റഡ് ടു നേച്ചർ, എസ്പെഷ്യലി പൊല്യൂഷൻ ഇൻ വേരിയസ് ഫീൽഡ്സ്. So how can we define pollution? എന്താണ് പൊല്യൂഷൻ്റെ ഒരു ഡെഫിനിഷൻ? Pollution is any undesirable change in physical, chemical or biological characteristics of air, water, land, soil, etc. Natural resources ആയ വായുവിനോ ജലത്തിനോ മണ്ണിനോ ഒക്കെ എന്തെങ്കിലും അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച്, ഡിസൈറബിൾ ചേഞ്ചസ് എപ്പോഴും നമ്മൾ സ്വാഗതം ചെയ്യുന്നവയാണ്. അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഇത്തരം നാച്ചുറൽ റിസോഴ്സസിന് ഉണ്ടാകുമ്പോഴാണ് വി കോൾ സച്ച് കണ്ടീഷൻ ആസ് പൊല്യൂഷൻ. എന്താണ് ഈ പൊല്യൂഷന് കാരണമാകുന്നത്? സോ ദ ഏജൻസ് വിച്ച് കോസ് പൊല്യൂഷൻ വി കോൾ ആസ് പൊല്യൂട്ടൻസ്. പൊല്യൂട്ടൻസ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് പാസ്ഡ് എ ലോ, an act, it is Environment Protection Act in 1986, in order to protect and improve the quality of our natural resources. India government പാസാക്കിയ ഒരു നിയമമാണ് Environment Protection Act. In 1986 ഈ നിയമം പാസാക്കപ്പെട്ടത്. നാച്ചുറൽ റിസോഴ്സസ് ആയ വായു, ജലം, മണ്ണ് മുതലായവ പൊല്യൂട്ടഡ് ആകുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട നിയമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ആക്ട്. സോ ലെറ്റ് us now discuss some of the major areas where pollution is much more and where we have to control this pollution. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മേഖലകൾ? The first one we will discuss about air pollution. നിങ്ങൾക്കറിയാം, ഏതൊരു ജീവനുള്ള അല്ലെങ്കിൽ ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം എയർ ഈസ് ദ പ്രൈമറി നെസസിറ്റി. നമുക്ക് വേണ്ട ഏറ്റവും പ്രാഥമികമായിട്ടും നമുക്ക് വേണ്ട അത്യാവശ്യ ഘടകം എന്ന് പറയുന്നത് എന്താണ്? എയർ തന്നെയാണ്. സോ എയർ പൊല്യൂഷൻ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് കോമൺ കൈൻഡ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസ്. നമുക്ക് സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആകുന്നതും എയർ ആണ്. And it is one of the most dangerous one because air is the primary necessity. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു ജീവിക്കും എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട പ്രാഥമിക
ഘടകം എന്ന് പറയുന്നത്, നാച്ചുറൽ റിസോഴ്സസിൽ പ്രാഥമിക സ്ഥാനം കൊടുക്കാവുന്ന ഘടകം എയറാണ്. എയർ പൊല്യൂട്ടൻസിനെ നമുക്ക്, ദാറ്റ് ഈസ് ദ ഏജൻറ്റ്സ് വിച്ച് കോസ് എയർ പൊല്യൂഷൻ, എയർ പൊല്യൂട്ടൻസിനെ we can classify it into two types, that is gaseous air pollutants and particulate air pollutants. എന്താണ് gaseous air pollutants? From the word itself you know the pollutants in gaseous state, വാതക രൂപത്തിലുള്ള പൊല്യൂട്ടൻസിനാണ് ഗേഷ്യസ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് ഒക്കെ gaseous ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻസ് ആണെങ്കിൽ, the second one is particulate air pollutant. എന്താ particulate air pollutants? From the word itself you know it's solid or liquid form of air pollutants. അത് സോളിഡ് ഫോമിലാകാം, തരികളുള്ള എന്തെങ്കിലും പൊല്യൂട്ടൻസ്, ഡസ്റ്റ്, നമ്മുടെ മണ്ണിൽ നിന്ന് എന്താണ് ലാൻഡിൽ നിന്നുണ്ടാകുന്ന സാധാരണ ഡസ്റ്റ് പോലും ഒരു എയർ പൊല്യൂട്ടൻ്റ് ആണ്, ഒരു പാർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് ഇത്തരത്തിൽ എയർ പൊല്യൂഷൻ്റെ ഇഫക്ട്സ്? ഹ്യൂമൻ ബീയിങ്സിനെ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളെ എങ്ങനെയാണ് ഈ എയർ പൊല്യൂഷൻ കൂടുതലായിട്ട് ബാധിക്കുന്നത്? എയർ പൊല്യൂഷൻ കോസസ് ഇഞ്ചുറി ടു ഓൾ ലിവിങ് ഓർഗാനിസംസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, എല്ലാ ജീവനുള്ള വസ്തുക്കളുടെയും പ്രാഥമികമായിട്ട് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു പ്രൈമറി നെസസിറ്റിയാണ് എയർ. സോ ദ പൊല്യൂഷൻ ഇൻ this natural resource causes injury to every living organism. It reduces the growth and yield of crops. വിളകളുടെ അളവ് കുറയ്ക്കുക അല്ലെങ്കിൽ അവരുടെ ഉൽപാദനക്ഷമത കുറയ്ക്കുക. ചെടികളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ഈൽഡ് കുറയ്ക്കുന്നതിന് എയർ പൊല്യൂഷൻ കാരണമാകാറുണ്ട്. It causes the premature death of animals and plants. പ്ലാന്റ്സിനും ആനിമൽസിനും premature death കോസ് ചെയ്യുന്നു. Not only that, it very deleteriously affect the respiratory system of humans and animals. നമ്മുടെ ശ്വാസകോശത്തെ അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥയെ തന്നെ വളരെ മാരകമായിട്ട് ബാധിക്കുന്നത് ഈ എയർ പൊല്യൂഷൻ കാരണമാകാറുണ്ട്. ദ ഹാംഫുൾ ഇഫക്റ്റ്, ഇപ്പോൾ സാധാരണഗതിയിൽ എയർ പൊല്യൂഷൻ്റെ ഹാംഫുൾ ഇഫക്റ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുക? It usually depends on three factors. That is the concentration of the pollutants. എത്രമാത്രം പൊല്യൂട്ടൻസ് ആണ് നമ്മൾ ശ്വസിക്കുന്ന എയറിൽ അടങ്ങിയിരിക്കുന്ന പൊല്യൂട്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ. മറ്റൊന്ന് ഡ്യൂറേഷൻ ഓഫ് എക്സ്പോഷർ, എത്ര സമയമാണ് നമ്മൾ ഈ പൊല്യൂട്ടൻസിനോട് എക്സ്പോസ് ആയിരിക്കുന്നത്. ഏത് ജീവിയാണെങ്കിലും ആ പൊല്യൂട്ടൻസിനോട് എത്ര സമയമാണ് എക്സ്പോസ് ആയിട്ടിരിക്കുന്നത്. മറ്റൊന്ന് the nature of the organism. These three are the factors which detects how much this pollutants affect each organism. ഓരോ ജീവിയെയും ഈ പൊല്യൂട്ടൻസ് എത്രമാത്രം അഫക്റ്റ് ചെയ്യും എന്നുള്ളത് ആ പൊല്യൂട്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ, ആ പൊല്യൂട്ടൻസിനോട് എത്രയാണ് ഈ ജീവി എക്സ്പോസ് ചെയ്തിരിക്കുന്നത്, ഈ ജീവിയുടെ നേച്ചർ എന്താണ്, ഈ മൂന്ന് ഘടകങ്ങളെയാണ് പ്രധാനമായിട്ടും ആശ്രയിച്ചിരിക്കുന്നത്. According to the Central Pollution Control Board, that is CPCB, in short, the Central Pollution Control Board, in short, we call it as CPCB. According to them, the particulate air pollutants with size 2.5 micrometer or less in diameter are responsible for causing the greatest harm to human health. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്തുകൊണ്ടാണ് ഈ 2.5 മൈക്രോമീറ്ററിൽ താഴെ ഡയമീറ്ററുള്ള പാർട്ടിക്കുലേറ്റ് മെറ്റീരിയൽസ് അടങ്ങുന്ന എയർ പൊല്യൂട്ടൻസ് ഹാംഫുൾ ആകുന്നതെന്ന് പറയുന്നതിന് കാരണം ഇതാണ്. അത്തരത്തിലുള്ള പാർട്ടിക്കുലേറ്റ് മെറ്റീരിയൽസ് when we inhale it, when they reaches the lungs, they cause damages to our respiratory system and which can cause even premature death. So അത്തരത്തിൽ വളരെ മൈക്രോമീറ്റർ അല്ലെങ്കിൽ 2.5 മൈക്രോമീറ്റർ ഡയമീറ്ററിൽ താഴെയുള്ള പാർട്ടിക്കുലേറ്റ് മെറ്റീരിയൽസ് തുടർച്ചയായിട്ട് ഇൻഹെയിൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ അത്തരം പാർട്ടിക്കുലേറ്റ് മെറ്റീരിയൽസിനോടുള്ള എക്സ്പോഷർ കൂടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നോർമലി അവർ റെസ്പിറേറ്ററി സിസ്റ്റം ഗെറ്റ് ഡാമേജ്. സോ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ദിസ് എയർ പൊല്യൂട്ടൻസ്? നമ്മളിപ്പോൾ പറഞ്ഞു ഡസ്റ്റ് അല്ലെങ്കിൽ പാർട്ടിക്കുലേറ്റ് മാറ്റർ ഫോമിലോ അല്ലെങ്കിൽ ഗേഷ്യസ് ഫോമിലോ എയർ പൊല്യൂട്ടൻസ് ഉണ്ടാവാം. സോ വാട്ട് ആർ ദ മെയിൻ സോഴ്സസ് ഓഫ്
ദിസ് എയർ പൊല്യൂട്ടൻസ്. എന്തൊക്കെയാണ് ഈ എയർ പൊല്യൂട്ടൻസിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സസ്? യു നോ ദ ബേസിക് വൺ ഇസ് ഓട്ടോമൊബൈൽസ്. നിങ്ങളുടെ ഉത്തരം എന്ത് തന്നെയായിരിക്കും? ഓട്ടോമൊബൈൽസ് തന്നെയാണ് അല്ലേ? ദ ഇൻക്രീസിങ് നമ്പർ ഓഫ് ഓട്ടോമൊബൈൽസ്, ദെൻ സ്മോക്ക് സ്റ്റോക്സ് ഓഫ് തെർമൽ പവർ പ്ലാന്റ്സ്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇൻഡസ്ട്രിയൽ ഏരിയാസിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ പുകക്കുഴലിലൂടെ പുറത്തേക്ക് വരുന്ന കറുത്ത പുക അല്ലേ? ദെൻ തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന അത്തരം സ്മോക്ക് സ്റ്റോക്സ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് എയർ പൊല്യൂട്ടൻസ്. മറ്റൊന്ന് മിനറൽ സ്മെൽറ്റേഴ്സ് ആണ്. മിനറൽ ഓറുകളിൽ നിന്ന് അതെ മിനറൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഫാക്ടറീസ്, ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് എയർ പൊല്യൂട്ടൻസ്. ഇൻഡസ്ട്രീസ്, വ്യവസായശാലകൾ, ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ട എയർ പൊല്യൂട്ടൻറ്റ് സോഴ്സുകളാണ്. സോ ലെറ്റ് us now look some of the measures by which we can control this air pollution. How can we control air pollution? The pollutants must be first filtered out before releasing into the atmosphere. നിങ്ങൾക്കറിയാമല്ലോ, ഇത്രയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, പുകക്കുഴലുകളിലൂടെ പുറത്തേക്ക് വരുന്ന, അത് ഓട്ടോമൊബൈൽസിൽ നിന്നായാലും ഇൻഡസ്ട്രീസിൽ നിന്നായാലും പുറത്തേക്ക് വരുന്ന പുകയാണ്, അതിലടങ്ങിയിരിക്കുന്ന പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് അല്ലെങ്കിൽ ഗേഷ്യസ് പൊല്യൂട്ടൻസ് ആണ് പ്രധാനമായിട്ടും അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ്റെ പ്രധാന കാരണം. ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്ന എക്സ്ഹോസ്റ്റിൽ ഒരു സെപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ, ഒരു ഫിൽട്രേഷൻ നടത്തിയിട്ടാണ് ഇവയെ പുറത്തേക്ക് വിടുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്മോക്ക് പുറത്തേക്ക് വരുന്നതെങ്കിൽ, വി ക്യാൻ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് എയർ പൊല്യൂട്ടൻസ് വിച്ച് വി ഡിസ്ചാർജ് ടു ദ അറ്റ്മോസ്ഫിയർ. അത്തരത്തിൽ പാർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസിനെയും ഗേഷ്യസ് പൊല്യൂട്ടൻസിനെയും ഫിൽട്ടർ ചെയ്യാൻ കഴിയുന്ന രണ്ട് എക്യുപ്മെൻറ്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ദ ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് പെർസിപ്പിറ്റേറ്റർ. Electrostatic precipitator is the most effective electrical device to remove particulate matter. പുറത്തേക്ക് വരുന്ന പുകയിൽ, ഇൻഡസ്ട്രീസിൽ നിന്നും മറ്റും പുറത്തേക്ക് വരുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സിനെ ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഡിവൈസാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പെർസിപ്പിറ്റേറ്റർ. ഇറ്റ് റിമൂവ്സ് അറൌണ്ട് 99% ഓഫ് ദ പാർട്ടിക്കുലേറ്റ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദ സ്മോക്ക്. അത്തരം തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്നും മറ്റും പുറത്തേക്ക് വരുന്ന സ്മോക്കിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ആ പുകയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സിൻ്റെ 99%നെയും റിമൂവ് ചെയ്യാൻ കഴിയും ഇത്തരം ഇലക്ട്രോസ്റ്റാറ്റിക് പെർസിപ്പിറ്റേറ്റേഴ്സ്. ലെറ്റ് us now look the principle upon which it act. ചിത്രത്തിൽ നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പെർസിപ്പിറ്റേറ്റർ കാണാം. It has an electrode wire maintained at several thousand volts which provides a corona that release electrons. Electrostatic precipitator work ചെയ്യുന്ന പ്രിൻസിപ്പിൾ തന്നെ, it is surrounded by an electrode. ആ ഇലക്ട്രോഡ് 1000 volts പ്രൊവൈഡ് ചെയ്യുമ്പോൾ that electrode produces electrons. ആ പ്ലേറ്റ് മുഴുവൻ അല്ലെങ്കിൽ ആ ഇലക്ട്രോസ്റ്റാറ്റിക് പെർസിപ്പിറ്റേറ്റർ മുഴുവൻ it releases a corona of electrons. അത്തരം ഇലക്ട്രോൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അതിലൂടെ കടന്നു പോകുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ഈ ഇലക്ട്രോൺസ് അറ്റാച്ച് ചെയ്യുകയും ആൻഡ് ദിസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ്. അത്തരത്തിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ദർ ഇസ് എ കളക്ടിംഗ് പ്ലാറ്റ്ഫോം, ഗ്രൗണ്ടഡ്, താഴെ ഒരു കളക്ടിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിലേക്ക് ഇത്തരം ചാർജ്ഡ് ആയിട്ടുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കളക്ട് ചെയ്യും. അങ്ങനെ കളക്ട് ചെയ്യുന്നത് വഴി ഫ്രഷ് എയർ, ദാറ്റ് മീൻസ് 99% പാർട്ടിക്കുലേറ്റ് മെറ്റീരിയൽസിനെയും അബ്സോർബ് ചെയ്യും ഈ പ്ലാറ്റ്ഫോം. ബാക്കിയുള്ള സ്മോക്ക് മാത്രമാണ് അല്ലെങ്കിൽ ബാക്കിയുള്ള എയർ ആണ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നത്. സോ ദാറ്റ് ഈസ് ദ ബേസ് പ്രിൻസിപ്പിൾ അപ്പോൺ വിച്ച് ദിസ് ഇലക്ട്രോസ്റ്റാറ്റിക് പെർസിപ്പിറ്റേറ്റർ വർക്ക്സ്. ദാറ്റ് ഈസ് it has an electrode wire maintained at several thousand volts which produce the corona of electrons. These electrons attach to the dust particles and give them a negative charge, and the collecting plates are grounded and they attract the charged dust particles, neutralize them and allow them to fall. ഇത്തരത്തിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പെർസിപ്പിറ്റേറ്ററിലൂടെ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ വളരെ പതിയെ, the velocity of the air passing between the collecting plates must be very low.
വളരെ പതിയെ ഈ എയർ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പെർസിപ്പിറ്റേറ്ററിലൂടെ കടത്തിവിടുമ്പോൾ അതിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിന് നെഗറ്റീവ് ചാർജ് ലഭിക്കുകയും പുറത്തേക്ക് പ്യുവർ എയർ പാസ് ചെയ്യുന്നൊരവസ്ഥ. പ്യുവർ എയർ മീൻസ് അറൗണ്ട് 99% ഓഫ് ദ എയർ ഈസ് പ്യൂരിഫൈഡ് ദെയർ. സോ ദ നെക്സ്റ്റ് ഡിവൈസ് നമ്മൾ കണ്ടു, ഇലക്ട്രോസ്റ്റാറ്റിക് പെർസിപ്പിറ്റേറ്റർ ക്യാൻ റിമൂവ് പാർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസ്. ദ നെക്സ്റ്റ് വൺ ഈസ് സ്ക്രബ്ബർ. Scrubber is a device which can remove gaseous pollutants like sulfur dioxide. Sulfur dioxide പോലെ ഒക്കെയുള്ള gaseous പൊല്യൂട്ടൻസിനെ, ഇൻഡസ്ട്രീസിൽ നിന്ന് മറ്റും റിലീസ് ചെയ്യുന്ന gaseous പൊല്യൂട്ടൻസിനെ പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് സ്ക്രബ്ബർ. സ്ക്രബ്ബറും ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു സ്ലോട്ടിലൂടെ ഡേർട്ടി എയർ സ്ക്രബ്ബറിനുള്ളിലേക്ക് കയറ്റി വിടുകയാണ്. ചിത്രം ശ്രദ്ധിക്കൂ, ഏറ്റവും താഴെയായിട്ട് ഡേർട്ടി എയർ എൻ്റർ ചെയ്യാനായിട്ടൊരു സ്ലോട്ടുണ്ട്. സ്ക്രബ്ബറിനുള്ളിൽ ദ എക്സ്ഹോസ്റ്റ് ഈസ് പാസ്ഡ് ത്രൂ എ സ്പ്രേ ഓഫ് വാട്ടർ ഓർ ലൈം. വെള്ളമോ അല്ലെങ്കിൽ ലൈമോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഈ സ്മോക്കിലേക്ക്, അല്ലെങ്കിൽ ഈ ഡേർട്ടി എയറിലേക്ക് ലൈമോ വാട്ടറോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ വി യൂസ് വാട്ടർ ഓർ ലൈം ഇൻ വെറ്റ് സ്ക്രബ്ബേഴ്സ്. ഇവിടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇത്തരം വെറ്റ് മീഡിയയിലുമായിട്ട് റിയാക്ട് ചെയ്യുകയും പുറത്തേക്ക് പോകുന്ന, നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, പുറത്തേക്ക് ക്ലീൻ എയർ പോകുന്നതിനുള്ളൊരു സ്ലോട്ടും ഉണ്ട്. സോ ദിസ് ഇസ് എ ഡിവൈസ് നോൺ എസ് സ്ക്രബ്ബർ വിച്ച് ക്യാൻ പ്യൂരിഫൈ ഗേഷ്യസ് പൊല്യൂട്ടൻസ്. സോ നമ്മൾ സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻസ് പറഞ്ഞപ്പോൾ the major source we discussed was automobiles. അല്ലേ? ഓട്ടോമൊബൈൽസ് തന്നെയാണ് എയർ പൊല്യൂഷൻ്റെ മേജർ സോഴ്സ്. സോ ഹൗ ക്യാൻ വി റെഡ്യൂസ് ദിസ് ഓർ ഹൗ ക്യാൻ വി കൺട്രോൾ ദിസ് ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്? ഓട്ടോമൊബൈൽസിൽ ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് പെർസിപ്പിറ്റേറ്ററും സ്ക്രബ്ബറും ഒക്കെ ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റ്സിലോ ഒക്കെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഡിവൈസുകളാണെങ്കിൽ ഹൗ ക്യാൻ വി കൺട്രോൾ ദിസ് ഓട്ടോമൊബൈൽ എക്സ്ഹോസ്റ്റ്? എങ്ങനെയാണ് ഓട്ടോമൊബൈൽ എക്സ്ഹോസ്റ്റിലെ പൊല്യൂട്ടൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക? ദ ഫസ്റ്റ് മെത്തേഡ് ഇസ് യൂസ് ഓഫ് ഗുഡ് ക്വാളിറ്റി ഓഫ് ഫ്യൂവൽസ്. ലെഡ് ഫ്രീ പെട്രോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല. ലെഡുള്ള പെട്രോൾ, ഒരു കാലത്ത് നമ്മൾ ലെഡഡ് പെട്രോൾ യൂസ് ചെയ്തിരുന്നു. എൻജിൻ്റെ പവർ കൂട്ടാനും നോക്കിംഗ് കപ്പാസിറ്റി കൂട്ടാനും ഒക്കെ ആയിട്ട് ലെഡഡ് പെട്രോൾ യൂസ് ചെയ്തിരുന്നു. പക്ഷേ ലെഡഡ് പെട്രോൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ദോഷം, അല്ലെങ്കിൽ ഇറ്റ് കോസസ് എക്സ്ഹോസ്റ്റിനകത്തുനിന്ന് ലെഡ് പുറത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്ന ലെഡിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ യൂസിങ് അൺലെഡഡ് പെട്രോൾ ദാറ്റ് ഈസ് reduce the release of lead content. And the second one is we can use catalytic converters. So what are catalytic converters? It is a filter which can convert this unburned hydrocarbons. അതായത് കത്താതെ പുറത്തേക്ക് വരുന്ന, നിങ്ങൾക്ക് സാധാരണ ഇച്ചിരി പഴക്കം ചെന്ന വണ്ടികളൊക്കെ ഓട്ടോമൊബൈൽസ് ആണെങ്കിൽ നമുക്കറിയാം, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുകയിൽ കറുത്ത പുകയായിരിക്കും കൂടുതലായിട്ട് പുറത്തേക്ക് വരുന്നത്. പാർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ അൺബേൺഡ് ഹൈഡ്രോകാർബൺസ്. പൂർണ്ണമായിട്ടും ഫ്യൂവൽ കത്തി കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറാതെ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കൂടുതലുള്ള പുകയിലാണ് അത്തരം കറുത്ത പുക പുറത്തു വരുന്നത്. അൺബേൺഡ് ഹൈഡ്രോകാർബൺസ് കൂടുന്ന അത്തരം എഞ്ചിനുകളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ്. ദേ കൺവേർട്ട് ദിസ് അൺബേൺഡ് ഹൈഡ്രോകാർബൺസ് ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ, ആൻഡ് ദേ കൺവേർട്ട് ദിസ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രിക് ഓക്സൈഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ ഗ്യാസ് വിച്ച് ഇസ് കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും നിങ്ങൾക്കറിയാം സാധാരണഗതിയിൽ അറ്റ്മോസ്ഫിയറിന് അധികം പൊല്യൂഷൻ ഉണ്ടാക്കുന്ന എയർ കണ്ടൻസ് അല്ല വെൻ കമ്പയർഡ് ടു കാർബൺ മോണോക്സൈഡ്. സോ കാർബൺ മോണോക്സൈഡിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാക്കി മാറ്റാൻ കഴിയുന്ന കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് എഞ്ചിനോട് ചേർത്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വണ്ടികളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഓട്ടോമൊബൈൽ എക്സ്ഹോസ്റ്റ് ഒരു പരിധിവരെ തടയാനുള്ളൊരു മാർഗം. ഇത്തരം കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഓട്ടോമൊബൈൽസിൻ്റെ ഒരു പ്രത്യേകത, വി കനോട്ട് യൂസ് leaded petrol. Unleaded petrol should be used in automobiles with catalytic converters because lead in the petrol inactivates the catalyst.
കാറ്റലിറ്റിക് കൺവേർട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന റോഡിയം കാറ്റലിസ്റ്റിൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് നടക്കണമെങ്കിൽ വി ഷുഡ് യൂസ് അൺലെഡഡ് പെട്രോൾ, ലെഡ് കണ്ടൻറ്റ് കുറവുള്ള പെട്രോൾ യൂസ് ചെയ്യണം. ഇത്തരത്തിൽ കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ഉപയോഗിക്കുകയും എഫിഷ്യൻസി കൂടുതലുള്ള ഫ്യൂവൽ ഉപയോഗിക്കുകയും പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് വെഹിക്കിൾസ് നോർമലി കറക്റ്റ് പീരിയോഡിക്കലായിട്ട് അതിൻ്റെ എൻജിൻ മെയിൻ്റനൻസ് നടത്തുകയും ചെയ്യുന്നതാണ് ഓട്ടോമൊബൈൽ എക്സ്ഹോസ്റ്റിൽ നിന്നുള്ള ഈ എയർ പൊല്യൂട്ടൻസിനെ തടയാനുള്ളൊരു മാർഗം. So let us now look at a case study that was meant for reducing this air pollution by automobiles. ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹിയിലെ പൊല്യൂഷനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പോഴും നിങ്ങൾ വളരെ കൂടുതൽ എപ്പോഴും പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ അറിയുന്നതാണ്. ഡൽഹി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസ് ഇൻ ദ വേൾഡ്. 1990s Delhi ranked 4th among the 41 most polluted cities in the world. ലോകത്തിലെ തന്നെ 41 മോസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റീസിനെ എടുത്തപ്പോൾ ദ പ്ലേസ് ഓഫ് ഡൽഹി വാസ് 4th, 4ാം സ്ഥാനമായിരുന്നു ഡൽഹിക്ക്. എന്തുകൊണ്ടായിരിക്കും ഡൽഹി ഇത്രയും പൊല്യൂട്ടഡ് ആയതെന്ന് നിങ്ങൾക്കറിയാം. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ സിറ്റി, ഓട്ടോമൊബൈൽസിൻ്റെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഓട്ടോമൊബൈൽ എക്സ്ഹോസ്റ്റിൽ നിന്നുള്ള പൊല്യൂഷൻ അവിടെ ഒരു മേജർ ഇഷ്യൂ ആയപ്പോൾ ദേ filed a public litigation, and the Supreme Court asked the government to take measures to reduce this pollution. Supreme Court Delhi സർക്കാരിനോട് എന്തെങ്കിലും മെഷേഴ്സ് എടുത്ത് ഈ പൊല്യൂഷൻ കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടു. So the steps taken by the government of Delhi for reducing vehicular pollution are: they switch off the entire fleet of public transport buses from diesel or petrol to CNG, that is compressed natural gas. ഡൽഹി സർക്കാർ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിരുന്നു അവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം മുഴുവൻ, അവരുടെ ബസ്, ട്രക്സും തുടങ്ങിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം മുഴുവൻ പെട്രോൾ, ഡീസൽ എന്ന ഫ്യൂവൽ ഒഴിവാക്കിയിട്ട് CNG അഥവാ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന ഫ്യൂവലിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. And the second one was phasing out old vehicles. പഴയ വാഹനങ്ങളെല്ലാം, അതായത് പഴയ എൻജിൻ ഉള്ള വാഹനങ്ങളെല്ലാം തന്നെ അവർ അവിടുന്ന് മാറ്റുകയാണ് ചെയ്തത്. The next one was use of unleaded petrol. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലെഡഡ് പെട്രോൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കി. And the use of low sulfur petrol and diesel. സൾഫർ കണ്ടന്റ് കുറവായ ഫ്യൂവൽ യൂസ് ചെയ്യണം എന്നുള്ള നിബന്ധന കൊണ്ടുവന്നു. യൂസ് ഓഫ് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ഇൻ വെഹിക്കിൾസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഫിൽറ്റേഴ്സ്, കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് എന്ന ഫിൽറ്റേഴ്സ് എല്ലാ വെഹിക്കിൾസിലും നിർബന്ധമാക്കി. ആൻഡ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദി സ്ട്രിഞ്ചന്റ് പൊല്യൂഷൻ ലെവൽ നോംസ് ഫോർ വെഹിക്കിൾസ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ പാലിക്കണം എന്നുള്ള നിയമവും കൊണ്ടുവന്നു. സോ ഇത്തരം ഈ നടപടികളിലൂടെ, അതായത് CNGയിലേക്ക് കംപ്ലീറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെയും മാറ്റിയ ലോകത്തിലെ ആദ്യത്തെ സിറ്റി തന്നെ ഡൽഹിയാണ്. ഇപ്പോഴും അവരുടെ പബ്ലിക് സിസ്റ്റം മുഴുവൻ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന ഫ്യൂവലാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യുക വഴി they are able to reduce this air pollution. So what is the peculiarity? So what is the importance? അല്ലെങ്കിൽ എന്താണ് ഈ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഗുണം? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് burns more efficiently unlike petrol or diesel, and very little of it is left unburned. നമ്മൾ നേരത്തെ പറഞ്ഞു ഓട്ടോമൊബൈൽ എക്സോസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൂഷ്യം തന്നെ പുറത്തേക്ക് വരുന്ന പുകയിൽ അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ് ഉണ്ടാകും, കത്തിത്തീരാത്ത ഹൈഡ്രോ കാർബൺസ്, കാർബൺ മോണോക്സൈഡ് പോലുള്ള ഹൈഡ്രോ കാർബൺസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ CNG അല്ലെങ്കിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ദേ ആർ മോർ എഫിഷ്യൻറ്റ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം വീട്ടിൽ തന്നെയാണെങ്കിലും ഗ്യാസ് കത്തിക്കുമ്പോൾ പുക ഉണ്ടാവാറില്ല അല്ലേ, പക്ഷെ അടുപ്പിലാണെങ്കിൽ നമ്മൾ മറ്റ് ഫ്യൂവൽസ് കത്തിക്കുമ്പോൾ പുക ഉണ്ടാവും. സോ ഇവിടെയും അതാണ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ദേ ബേൺ മോർ എഫിഷ്യൻ്റ്ലി ആൻഡ് സോ very little of it is left unburned. And the second one is CNG is cheaper than diesel and petrol. ഡീസലിനെയും പെട്രോളിനെയും കാളും വിലക്കുറവിൽ ലഭ്യമാകും എന്നുള്ളതാണ് CNGയുടെ മറ്റൊരു പ്രത്യേകത. ഇറ്റ് കനോട്ട് ബി സൈഫൺ ഓഫ് ബൈ തീവ്സ്. പെട്രോളും ഡീസലും മോഷ്ടിക്കാൻ സാധിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങളിൽ നിന്ന് വരെ അത് മോഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ അത്തരത്തിൽ CNG മോഷ്ടിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇറ്റ് കനോട്ട് ബി അഡൾട്ടേർഡ് ലൈക്ക് പെട്രോൾ ഓർ ഡീസൽ. പെട്രോളും ഡീസലും മായം കലർത്തുന്നത് പോലെ CNGക്കകത്ത് മായം കലർത്താൻ പറ്റില്ല. സോ ഇത്രയൊക്കെ അഡ്വാൻറ്റേജസ് ഉള്ള കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലേക്ക് മാറുകയാണ് ഡൽഹി ഗവൺമെൻറ് ചെയ്തത്.
എന്താണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്? CNG എല്ലാത്തിനും അഡ്വാൻറ്റേജ് ഉള്ളപ്പോൾ അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. സോ വാട്ട് ഇസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്? ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് difficulty of laying down pipelines to deliver the CNG through distribution points. അതാണ് ഇത് ഒരു സാധാരണ പോലെ നമ്മൾ പെട്രോളിയം അല്ല പ്രോഡക്ട്സ് കൊണ്ടുപോകുന്നത് പോലെ പെട്രോളോ ഡീസലോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പോലെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് പൈപ്പ് ലൈൻസ് ലേ ചെയ്ത് മാത്രമേ ഈ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് എല്ലാ സ്ഥലത്തും എത്തിക്കാൻ സാധിക്കൂ എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഓൾസോ ടേക്ക് മെഷേഴ്സ് to cut down this vehicular pollution in Indian cities. Indian cities-ൽ തന്നെ ഈ vehicular pollution കുറയ്ക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ത്യ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൊരു പോളിസിയാണ് ന്യൂ ഫ്യൂവൽ പോളിസി. നമ്മുടെ ന്യൂ ഫ്യൂവൽ പോളിസി അനുസരിച്ച് ഹൈഡ്രോ കാർബൺസിൻ്റെ അളവ്, അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിൻ്റെ അളവ് കുറവുള്ള അല്ലെങ്കിൽ സൾഫർ കണ്ടൻറ്റ് കുറവുള്ള ഫ്യൂവൽസ് മാത്രമേ ഇപ്പോൾ എന്താണ് വിപണിയിൽ ലഭ്യമാക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ അത്തരം ഫ്യൂവൽസ് മാത്രമാണ് ഇപ്പോഴുള്ള ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു പോളിസി ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ റീസൺ തന്നെ ഇറ്റ് ഈസ് ടു റെഡ്യൂസ് ദിസ് ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്. ദ മെയിൻ ഇൻറ്റൻഷൻ ഈസ് ടു ഇൻട്രൊഡ്യൂസ് norms for steadily reducing the sulfur and aromatic content in petrol and diesel fuels. ഇപ്പോഴുള്ള വാഹനങ്ങളിലൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഈ വാഹനങ്ങളുടെ പിറകിലോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചിത്രത്തിൽ ഇപ്പോൾ കാണുന്നത് പോലെ യൂറോ 3 അല്ലെങ്കിൽ ഭാരത് സ്റ്റേജ് 4 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയ ഒരു സിമ്പിൾ ഉണ്ടാവുക ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ഇഫ് ഇറ്റ് ഇസ് യൂറോ 2 ഓർ യൂറോ 3 ഓർ ഈവൻ നൗ ഇപ്പോഴുള്ള വാഹനങ്ങളിലാണെങ്കിൽ അത് യൂറോ 6 യൂറോ 7 വരെ എത്തിയിട്ടുണ്ടാവും. അതാണെങ്കിൽ ദാറ്റ് ഇസ് യൂറോപ്യൻ എമിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇറ്റ് കൺട്രോൾസ് ദ ലിമിറ്റ് ഓഫ് അക്സെപ്റ്റബിൾ എമൗണ്ട് ഓഫ് എക്സ്ഹോസ്റ്റ് എമിഷൻസ് ഓഫ് ന്യൂ വെഹിക്കിൾസ് സോൾഡ് ഇൻ യൂറോപ്യൻ സ്റ്റേറ്റ്. യൂറോപ്പിൽ ഇപ്പോൾ നിലവിൽ പുറത്തേക്ക് വിൽക്കാൻ കഴിയുന്ന വാഹനങ്ങൾ, അത്തരം വാഹനങ്ങൾ മാത്രം എഞ്ചിൻ്റെ എഫിഷ്യൻസിയാണ് അല്ലെങ്കിൽ അത്തരം എഞ്ചിനുകളുള്ള വാഹനങ്ങൾ മാത്രമാണ് അവിടെ വിൽക്കാനായിട്ട് അനുവദിക്കുന്നുള്ളൂ. ഇന്ത്യയിലും അതുപോലെ തന്നെ മാസ് എമിഷൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അവിടെ നമ്മൾ യൂറോ അല്ല ഉപയോഗിക്കുക, ഭാരത് സ്റ്റേജ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ദി മെയിൻ ഗോൾ എന്ത് തന്നെയാണ്? നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവലിൻ്റെ അകത്തുള്ള സൾഫർ കണ്ടൻറ്റ്, അതായത് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എക്സോസ്റ്റിലുണ്ടാകുന്ന സൾഫറിൻ്റെ കണ്ടൻറ്റ് വളരെ കുറയ്ക്കുക എന്നുള്ളതും അതിലുള്ള അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതും തന്നെയാണ്. 2017 അല്ലെങ്കിൽ 2010 നമ്മളിവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളിൽ ഭാരത് സ്റ്റേജ് 3 ആയിരുന്നുവെങ്കിൽ 2017 അത് ഭാരത് സ്റ്റേജ് 17 ഭാരത് സ്റ്റേജ് 4 എന്നുള്ള വെഹിക്കിൾസ്, അതായത് അത്തരം എഞ്ചിനുള്ള അല്ലെങ്കിൽ അത്തരം ഫ്യൂവൽ ഉപയോഗിക്കാൻ മാത്രം കേപ്പബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ മാത്രമേ പുറത്തിറക്കാവൂ എന്നുള്ള നിയമമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ടേബിളിൽ കാണാം 2017 4 വീലർ ആയാലും 2 വീലർ ആയാലും 3 വീലർ ആയാലും ഭാരത് സ്റ്റേജ് 4 നോംസ് പാലിക്കുന്ന വെഹിക്കിൾസ് മാത്രമാണ് നമ്മുടെ നിരത്തുകളിൽ ഇറക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം അനുശാസിക്കുന്നുണ്ട്. ബൈ 2020 ഇറ്റ് ഹാവ് റീച്ച്ഡ് അബവ് നമ്മുടെ മാസ് എമിഷൻ സ്റ്റാൻഡേർഡ് ഭാരത് 7 എത്തുകയാണ്. സോ ദീസ് ആർ സം ഓഫ് ദ policies adopted by Government of India to reduce this automobile exhaust. So let us look for an assignment. Mass emission standards have been introduced in India for reducing the content of sulfur and aromatic hydrocarbons in petrol and diesel. Find out more details about the national fuel policy in India and also the measures adopted to prevent air pollution by automobiles. Also make a report on various measures for controlling air pollution. Thank you.